ഹായ് ഗായ്സ്, ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട്. കുണ്ടറയിലുള്ള ചിന്നൂസ് ജ്വല്ലറിയിലാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ നിങ്ങൾക്കും കൂടി എൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ റെഡിയാവാൻ പോവാണ്. എനിക്ക് ചിലർ മേക്കപ്പ് ഇടുമ്പോൾ ഞാൻ മൊത്തത്തിൽ ഇരുണ്ട് പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ മേക്കപ്പ് ചെയ്ത് പോവാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ എങ്ങനെ ഉണ്ട്. എന്തായാലും റെഡിയായി പോവുകയാണ്. നമുക്ക് കാണാം. ഓക്കെ, ബൈ. ലെൻസൊക്കെ വെച്ചു ഗായ്സ്. അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് വരാം. ഞാൻ ഒരുങ്ങി ഗായ്സ്. എങ്ങനെ ഉണ്ടെന്ന് പറയണം. സ്വന്തമായിട്ടാണ് ഒരുങ്ങിയത്. അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ജ്വല്ലറിയിലെത്തി. ചെന്ന പാടെ തന്നെ അവർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത ചെറിയ ചെറിയ ക്ലിപ്സൊക്കെയാണ് ഈ വീഡിയോസിൽ നിങ്ങൾ കാണുന്നത്. ഇതാണ് അവിടുന്ന് തന്ന അടുത്ത സാരി. അങ്ങനെ അടുത്ത സാരി പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തു. ബ്ലൗസൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ താഴെ വന്നു ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട്. നിങ്ങൾക്ക് ശരിക്കും ഈ സാരിയാണോ അതോ റെഡ് സാരിയാണോ ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻറ്റ് ഇട്ടേക്കണേ. അങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു. എങ്ങനെ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അതിനുശേഷം പിന്നെയും ഷൂട്ടുണ്ടായിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണാടിയിൽ ഒന്നുകൂടി എന്നെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. എല്ലാവരും അടിപൊളിയാണ്. അവിടുത്തെ സ്റ്റാഫായാലും എല്ലാവരും നല്ല സ്നേഹവും സപ്പോർട്ടും ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു ഇറങ്ങി. ഇതാണ് ചിന്നൂസ് ജ്വല്ലേഴ്സ്, കുണ്ടറയിലാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ ഈ ജ്വല്ലറിയിൽ വരണം. നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ പിന്നെ വരും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ തന്നെ ഒന്ന് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. മന്തി പാഴ്സൽ മേടിച്ചു. നേരെ വീട്ടിലോട്ട് വന്നു. നല്ല ടയേർഡായി. അപ്പോൾ തന്നെ ഓടിപ്പോയി കുളിച്ചു. ഉടനെ ഞാൻ വന്നു മന്തി കഴിച്ചു. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടുത്തിരുന്ന ഗ്രീൻ സാരിയും അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് ബാഗും പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അൺബോക്സ് ചെയ്യുവാണ്. എനിക്കൊരു കൊറിയറും കൂടി വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.